Hello, Assalamu alaikum. Welcome to another video. Let's make Arabic style chicken macaroni. ചിക്കൻ മാക്രോണി ലവേഴ്സ് നിങ്ങളൊരു മാക്രോണി ലവേഴ്സ് ആണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തോളി. ഇഷ്ടം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അറബിക് മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അറബിക് മസാല നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കബ്സ മസാല മന്തി മസാല യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഇതാ വെള്ളം തിളച്ച് വരുമ്പോൾ മാക്രോണി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. മാക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ വെജീസാണ് കേട്ടോ മക്രോണിയുടെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മക്രോണിത്തെ വെജിറ്റബിൾസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. സവാള മാത്രം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ്, ക്യാപ്സിക്കം, ഓണിയൻ, ടൊമാറ്റോ, പൊട്ടാറ്റോ, ഗ്രീൻ ചില്ലി ആണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഓരോ പീസസായിട്ട് നമുക്ക് പാനിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും വേവിച്ച് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ സെയിം ഓയിലിലാണ് നമ്മൾ മാക്രോണിക്ക് ആവശ്യമായ ഗ്രേവി റെഡിയാക്കാൻ പോകുന്നത്. സെയിം പാനിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചോപ്പ് ചെയ്ത് വെച്ച സവോളയും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോള നന്നായി വഴണ്ട് വരുമ്പോൾ ഒരു 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ട ഇട്ട് കൊടുക്കാം. കൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തക്കാളിയും മാഗി ക്യൂബും കൂടെ ഇട്ടിട്ട് പാന് നന്നായി അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മാക്രോണിനെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിതാ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് വേവായാൽ നമ്മളിത് ഊറ്റി മാറ്റണേ. ഞാനവിടെ മാക്രോണി ഊറ്റി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായ മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അറബിക് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് അറബിക് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കബ്സ മസാല മന്തി മസാല യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഗ്രേവി ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കൂടെ വരുമ്പോൾ അതിൽ പോവില്ല. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഫ്രൈ ചെയ്ത ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടാറ്റോ ഒക്കെ അത്യാവശ്യം വേവാനുണ്ട്. അപ്പോൾ അതിന് പാകത്തിന് നിങ്ങൾ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വെള്ളം ചേർത്ത് വെള്ളം ഒന്ന് വറ്റിയെടുത്തിട്ടുണ്ട്. ഈ വറ്റി വരുന്ന ടൈമിൽ ഒരു ഗ്രേവി ടൈപ്പ് ആകുമല്ലോ. അപ്പോൾ നമുക്കിതിൽ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാണ്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു തിക്ക് ടൈപ്പായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാക്രോണി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മാക്രോണിക്ക് ഈ നമ്മുടെ വെജിറ്റബിൾസിൻ്റെയും ചിക്കൻ്റെ ഒക്കെ ഗ്രേവി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം അവിടെ റെഡിയാക്കി വെക്കാം. ഇതാ നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ.